ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ബട്ടോക്കി കാണപ്പെടുന്ന ബംസിനെ പറ്റിയും അതല്ലെങ്കിൽ അവിടുത്തെ പിഗ്മെന്റേഷനെ ഒക്കെ പറ്റിയിട്ടാണ്. ഒരുപാട് പേരും ചോദിക്കാറുള്ളതാണ്, പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ഇന്ന് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്തൊക്കെ കൊണ്ടാണ് നമ്മുടെ ഈ ബട്ടോക്സിന്റെ അവിടെ അതായത് നമ്മുടെ ബാക്കിൽ ഈ ഒരു ബംസ് വരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് വെച്ചാൽ ഫോളിക്കുലൈറ്റിസ്, അതായത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ബംസ്. അതായത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും, നമ്മുടെ ഹെയർ ഇങ്ങനെ വരും, ആ ഒരു റൂട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ നല്ല റെഡിഷ് ആയിട്ട് പസ് വന്നിരിക്കും. അതാണ് ഫോളിക്കുലൈറ്റിസ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ആക്നെ, അതായത് നമ്മുടെ പിമ്പിൾസ് ഒക്കെ വരുന്നത്. അതായത് നമ്മുടെ ഈ ഹെയർ ഫോളിക്കിൾ മാത്രമല്ല, അതിന്റെ അടുത്തുള്ള സെബേഷ്യസ് ഗ്ലാൻഡ് കൂടി ഇൻഫെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ ആക്നെ അഥവാ പിമ്പിൾസ് വരുന്നത്. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ കെരാറ്റോസിസ് പൈലാരിസ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട്, നമ്മുടെ കാലിൽ വരും, അതുപോലെ കയ്യിൽ വരും, അതുപോലെ നമ്മുടെ ബംസിലും വരും, ബേക്കിലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഡെഡ് സ്കിൻ അക്യൂമുലേഷൻ കാരണമാണ് വരുന്നത്. നാലാമത്തെ റീസൺ എന്ന് വെച്ചാൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അതായത് നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ കാരണം അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കാരണം ഒരു റാഷസും ഇച്ചിനസും വരും. ഇത് ചിലപ്പോൾ ബംസ് ആയിട്ട് അതല്ലെങ്കിൽ കറുത്ത പാടായിട്ട് ഇടും. അഞ്ചാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഫുറങ്കിൾസ്, അതായത് നമ്മുടെ ബംസിന്റെ അവിടെ നല്ല ഇൻഫെക്ഷ്യസ് ആയിട്ട് നല്ല പസ് വന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്കിത് നല്ല പെയിൻഫുൾ ആയിരിക്കും. പസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും, നമുക്കത് പൊട്ടിക്കാനും പറ്റും. പക്ഷെ ഇത് വളരെ വലുതായിരിക്കും, ആക്നെ പോലെ ആയിരിക്കത്തില്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിലോട്ട്, അതായത് തിരുവനന്തപുരം ആ കൊല്ലം ആ ഭാഗത്തോട്ട് ഞങ്ങൾ ഇതിന് പരു വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിച്ച് നല്ല സ്മെല്ലി ആയിട്ടുള്ള പസ് ആയിരിക്കും വരുന്നത്. ചില സമയത്ത് നമുക്ക് ഡോക്ടറിനെ പോലും പോയി കാണേണ്ടി വരും, നമുക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളതായിരിക്കും അത്. ലാസ്റ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഭയങ്കര അൺകോമൺ ആയിട്ടായിരിക്കും, അതായത് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു പെയിൻഫുൾ ആക്നെ കണക്ക് നമുക്ക് തോന്നും. ഇത് നമുക്ക് പൊട്ടിക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല, റെഡ് കളർ ആയിരിക്കും. മാത്രമല്ല ഇത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലോട്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറിനെ പോയി കാണുക. ഇത് ഹീൽ ചെയ്യുന്ന സമയത്ത് ഒരു സ്കാറിങ് കണക്ക് ഇടാനാണ് ചാൻസ്. ഇതിന്റെ പേരെന്ന് വെച്ചാൽ ഹെഡ്രാഡെൻഡൈറ്റിസ് സുബ്രാക്റ്റീവ എന്നാണ്. ഇത് പറയേണ്ട ആവശ്യമില്ല, ഐ മീൻ പേരൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതാണ് ആ കണ്ടീഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ വരുന്നെങ്കിൽ അതൊരിക്കലും ആക്നെയോ ഫോളിക്കുലൈറ്റിസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഇതൊരു പെർട്ടിക്കുലർ അൺകോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു ഡോക്ടറെ പോയി കാണേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് അടുത്തത് എന്തൊക്കെയാണ് നമുക്ക് ആ ഡാർക്ക് പിഗ്മെന്റേഷൻ വരുന്നതിന്റെ റീസൺസ് എന്ന് നോക്കാം. അടുത്തത് ഈ സ്ഥലങ്ങളിൽ, അതായത് ബംസ് അല്ലെങ്കിൽ നമ്മൾ ബട്ടോക്സ് കാണപ്പെടുന്ന ഈ പിഗ്മെന്റേഷൻസിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നാണ്. മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് നമുക്ക് നേരത്തെ വന്നിട്ടുള്ള ആ ഒരു പാടുകളില്ലേ, കുരുക്കളില്ലേ, അതെല്ലാം പോയിട്ട് ആക്നെ അതൊക്കെ വന്നിട്ട് അത് പോയതിന്റെ പാട് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻകാർക്ക് പ്രത്യേകിച്ച് ഒരു പിഗ്മെന്റേഷൻ വരേണ്ട റീസൺ എന്ന് നോക്കണല്ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇച്ചിനെസ് കഴിയുമ്പോൾ ലീവ് ചെയ്യുന്ന, ആ ഒരു ഇറിറ്റേഷൻ കാരണം ലീവ് ചെയ്യുന്ന ഡാർക്ക് മാർക്സ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാക്സിൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ വാക്സിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ എന്താ പറയുന്ന പുള്ളിയത്തില് വാക്സ് പുള്ളിയം ഉണ്ടാകുന്ന ബേൺ കാരണമൊക്കെയാണ് ചില ആൾക്കാർക്ക് ഈ പിഗ്മെന്റേഷൻ വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ബംസ് വരുന്നതെന്ന് നോക്കി, ഇനി എന്തുകൊണ്ടാണ് പിഗ്മെന്റേഷൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം ഈ ഒരു സിറ്റുവേഷൻസ് റിസോൾവ് ചെയ്യാനെന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നത് നമ്മൾ ടൈറ്റ് ഫിറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ നല്ല എക്സസീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടൈറ്റ് ഫിറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ചും ഡെനം ക്ലോത്ത്സ്, പിന്നെ സിന്തറ്റിക് ക്ലോത്ത്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ അണ്ടർ ഗാർമെന്റ്സ് മാക്സിമം കോട്ടൺ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല അത് എപ്പോഴും വാഷ് ചെയ്യാനും അയൺ ചെയ്യാനും ശ്രദ്ധിക്കണം. എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ അതിനുശേഷം അയൺ ചെയ്ത് എടുത്ത് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ നമ്മൾ അണ്ടർ ഗാർമെന്റ്സ് ക്ലീൻ ആയിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻഫെക്ഷൻ വന്നിട്ട് നമുക്ക് ബട്ടക്സ് ഏരിയയിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു സംഭവം വരുന്ന കാരണം, അല്ലെങ്കിൽ ഈ ഒരു ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ പിമ്പിൾസും ഒക്കെ വരുന്നത് കാരണം, ബംസും ഒക്കെ വരുന്ന കാരണം നമ്മൾ സ്ക്രബുകൾ യൂസ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ലൂഫ, അതുപോലെ ഡ്രൈ ബ്രഷസ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ നമ്മുടെ ബോഡി സ്ക്രബ്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഇതെല്ലാം ഇറിറ്റേഷൻസ് കൂട്ടാനായിട്ട് കാരണങ്ങളാവും. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം,
നമ്മൾ ഈ DIY സാധനങ്ങൾ, കാരണം നമുക്ക് ഫേസിൽ എക്സ്പെരിമെന്റ് ചെയ്താലോ ഫേസ് ആണ് പോട്ടെ ഇച്ചിരി പാട് വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലോട്ടൊക്കെ നമ്മൾ ഈ DIYs ട്രൈ ചെയ്ത് നോക്കും. പ്രത്യേകിച്ച് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആയതുകൊണ്ട് പെട്ടെന്ന് ബേണിംഗ് സെൻസേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്, ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ അങ്ങോട്ടൊന്നും ഒരു തരത്തിലുള്ള എത്ര സേഫ് ആയിട്ടുള്ള DIYs ആണെങ്കിലും മാക്സിമം ട്രൈ നോക്കാതിരിക്കാനാണ് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈവൻ ഞാൻ ഇനി അങ്ങോട്ട് കുറച്ച് നമുക്ക് ജനറൽ ആയിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഷേഴ്സ് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് അത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഈ പ്രോബ്ലംസ് നിൽക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവരെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെരിമെന്റ്സ് ഒരുപാട് ഇവിടെ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇത് ഞാൻ പറയാൻ പോകുന്നത് ജനറൽ മെഷേഴ്സ് ആണ്. ഇത് ബേസിക്കലി ബട്ട് ആക്നെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ആക്നെയും അത് കാരണം ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻസും. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആക്നെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റി നോക്കാം. നമുക്കറിയാം ആക്നെ കൂടുതലും വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും കൂടെ കാരണമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ബെൻസോൾ പെറോക്സൈഡ് ബേസ് ചെയ്തിട്ടുള്ള സോപ്പുകൾ അല്ലെങ്കിൽ ബോഡി വാഷസ് കുറവാണ് കിട്ടാനായിട്ട്. സോപ്പാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ ഈ ബെൻസോൾ പെറോക്സൈഡ് സോപ്പ് യൂസ് ചെയ്യുക, ഒരു 2 to 5 minutes വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഒരു ആക്ടിവേറ്റിംഗ് പീരീഡ് നമുക്ക് അവിടെ കിട്ടും. അതുകൂടാതെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി ലോഷൻസും സ്പ്രേസും. ഡെർമോകോയിൽ ഉണ്ട്, സാലിസിലിക് ആസിഡ് ലോഷൻ സിറം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ ഫിക്സ്ഡ് ഡെർമയിൽ സാലിസിലിക് ആസിഡ് സ്പ്രേയും കിട്ടും. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡെയിലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്, നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ യൂസ് ചെയ്യുക, എന്നിട്ട് അടുത്ത ആഴ്ച ഒരു ദിവസം കൂട്ടുക, അതിന്റെ അടുത്ത ആഴ്ച ഒരു ദിവസം കൂട്ടുക, അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് വരെ കൂട്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് അവിടെ ഒരു പിഗ്മെന്റേഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ്. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ വിഷ്കേന്റെ HA BHA ബോഡി മോയ്സ്ചറൈസേഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രി പ്ലേയുടെ 5% HA ബോഡി മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അതല്ല നിങ്ങൾക്കൊരു ലാക്റ്റിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോഡി മോയ്സ്ചറൈസർ മതി എന്നൊരു ഹൈഡ്രേഷന് വേണ്ടിയിട്ടെങ്കിൽ നമുക്ക് അതിന് സുഗന്ധയുടെ ലാക്റ്റിക് ആസിഡ് ബോഡി മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ ഡോക്ടർ ഷെയ്ത്തിന്റെ ലാക്റ്റിക് ആസിഡ് ബോഡി മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ തിക്ക് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് ചില ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് ആണ്. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ബി ബോഡി വൈസിൽ 10% യൂറിയ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ന്യൂട്രിജീനയുടെ ജെൽ ബേസ്ഡ് ഹൈഡ്രോബൂസ്റ്റ് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ കിട്ടും. ഇത് ആ ഭാഗങ്ങളിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി, എൻ്റെ ബോഡിയിൽ യൂസ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആക്നെ ആണെങ്കിൽ സാലിസിലിക് ആസിഡിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ ആക്നെ ഉണ്ട്, പ്രസന്റ്ലി ആക്റ്റീവ് ആക്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻസോൾ പെറോക്സൈഡിന് പകരം വേണമെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് ഡെയിലി യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സാലിസിലിക് ആസിഡ് ബോഡി ബോഡി വാഷസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കെമിസ്ട്രി പ്ലേയിലൊക്കെ സാലിസിലിക് ആസിഡ് ബോഡി വാഷസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം നമുക്ക് പിഗ്മെന്റേഷന് ഗ്ലൈക്കോളിക് ആസിഡ് ബോഡി മോയ്സ്ചറൈസേഴ്സിലോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്കെയറിന്റെ ഒക്കെ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ബോഡി മോയ്സ്ചറൈസറിൽ പ്രൊമോട്ട് ചെയ്യണതെന്ന് വെച്ചാൽ നമുക്ക് പട്ലോക്കിൽ ഒരു പ്രിവെൻഷൻ ആയിട്ട് ബോഡി മോയ്സ്ചറൈസർ നമുക്ക് ആക്റ്റീവ്, അതായത് നമ്മുടെ സ്കിന്നും നമ്മുടെ ഡ്രസ്സും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഒരു നമുക്ക് എന്താ പറയുക, നമ്മളൊരു ലൂബ്രിക്കന്റ് കൊടുക്കുമ്പോഴത്തേക്ക് അധികം ഒരച്ചിൽ അവിടെ ഫീൽ ചെയ്യത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബോഡി മോയ്സ്ചറൈസേഴ്സ് ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറയുന്നത്. തിക്കായിട്ട് യൂസ് ചെയ്യണ്ട എന്ന് പറയും. തിക്കായിട്ടുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഉള്ളതൊന്നും യൂസ് ചെയ്യണ്ട എന്ന് പറയുന്നതിന്റെ 2 റീസൺ: ഒന്ന് തിക്കായിട്ടുള്ള നമ്മുടെ ഈ പോസിനെ അടയ്ക്കാനായിട്ടും ആക്നി കൂട്ടാനായിട്ടും കാരണം. 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് നമ്മൾ ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്യാത്തതാണ് എപ്പോഴും ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ടോണേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് വീക്കിലി 1 or 2 ഒന്ന് അവിടെ നിന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഈ കെമിക്കൽ ബേസ് ചെയ്തിട്ടുള്ള പീലുകളില്ലേ അതൊന്നും ഓക്കെ ഫെന്നെ ചേച്ചി അതൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ കെമിക്കൽ പീൽസ് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ തടയാനായിട്ട് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ പ്രിവെന്റ് ചെയ്യാനല്ല, വന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് കോജിക് ആസിഡ് സിറംസ് യൂസ് ചെയ്യാം 2 നേരം, മോർണിംഗും നൈറ്റും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരിക്കലും റിസൾട്ട് ഈ ഭാഗത്ത് കിട്ടത്തില്ല. കാരണം സ്കിന്നിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ട്, ഫ്രിക്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ഈസിലി കിട്ടാൻ പോകുന്നില്ല, കുറച്ച് ടൈം എടുക്കും. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് എപ്പോഴും നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുവിധ ഐഡിയ കിട്ടിയല്ലോ. ഇനി ബാക്കിയുള്ള കണ്ടീഷൻസിൽ നമ്മൾ എന്താ
ചെയ്യേണ്ടത് നോക്കാം. ഇനി നിങ്ങൾക്ക് കെരാറ്റോസിസ് പൈലാരിസ് അതായത് ഡ്രൈ സ്കിൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മളൊരു HA ബോഡി വാഷസ് ആണ്. നമ്മുടെ കെമിസ്ട്രി പ്ലേയിലുണ്ട് HA ബോഡി വാഷ്, അതുപോലെ തന്നെ നമ്മൾ ഈ ബോഡി വൈസിലുണ്ട് HA BHA ബോഡി വാഷസ്. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ഫോളിയേഷൻ നടക്കും. എന്നിട്ട് നിങ്ങൾ ലാക്റ്റിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള സുഗന്ധയിലൊക്കെ ഉള്ള പോലെ ലാക്റ്റിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി മോയിസ്ചറൈസറും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കെരാറ്റോസിസ് പൈലാരിസ് പോലെയുള്ള കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യാം. ഇനി അടുത്ത നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഫോളിക്കുലാറൈറ്റിസ്, അതുപോലെ തന്നെ സിവിയർ ആക്നെ, ഫൊറങ്കിൾസ്, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അതുപോലെ തന്നെ പിന്നെ KP നമ്മൾ ഓൾറെഡി പറഞ്ഞു HS, ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട, നേരെ ഡോക്ടറിനെ പോയി കാണണം. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഫോളിക്കുലാറൈറ്റിസ് ഒക്കെ ആണെങ്കിൽ നല്ല സിവിയർ ആയിട്ട് കണ്ടിന്യൂസ് വരികയാണെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് എന്തുകൊണ്ട് വരുന്നു എന്ന് നോക്കണം. നമുക്ക് ടോപ്പിക്കലായിട്ട് ആന്റി ബാക്ടീരിയൽ ക്രീംസ് അവൈലബിൾ ആക്കണം. ഓറലായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ സിവിയർ ആക്നെ ആണെങ്കിൽ അതിന് റീസൺസ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും സിവിയർ ആയിട്ട് ഇൻഫെക്ഷൻസ് കണ്ടിന്യൂസ് വരാൻ എന്തെങ്കിലും റീസൺസ് കാണും. അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറിനെ കാണാം. പ്രത്യേകിച്ച് ഫൊറങ്കിൾസ് അതല്ലെങ്കിൽ HS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ സിവിയർ കണ്ടീഷനാണ്, ഈ പേടിപ്പിക്കാൻ പറയുന്നത്, പക്ഷെ സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ സർജറി വരെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ റാൻഡം ആയിട്ട് വീട്ടിൽ പറയുന്ന പല പല കാര്യങ്ങളുണ്ടല്ലോ, ചില പച്ചിലകൾ മുറിച്ച് പൊട്ടിച്ച് തേച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വലിഞ്ഞു കൂടി പൊട്ടിക്കുന്നത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമ്മൾ പൊട്ടിക്കുമ്പോൾ അവിടെ ഒരു വൂണ്ട് ഉണ്ടാവുകയാണ്. ആ വൂണ്ട് ഇൻഫെക്ഷൻ ആവും. പ്രത്യേകിച്ചും അത്രയും സെൻസിറ്റീവ് ഏരിയയിൽ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ എത്ര സിവിയർ, നമുക്ക് ഇരിക്കാനും നിൽക്കാനും കിടക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷനിലോട്ട് പോകും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിവിയർ ആയിട്ടുള്ള പെയിൻഫുൾ കണ്ടീഷൻസ് വന്നാൽ മസ്റ്റായിട്ടും ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാനാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ, പക്ഷെ നമ്മൾ എന്നാൽ ഇതിനെ അഡ്രസ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ കേസസിന് ഒരു ജനറൽ മെഷർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ കോട്ടൺ അണ്ടർവേഴ്സ് ഒക്കെ യൂസ് ചെയ്യണം, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വരാതിരിക്കാനൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു തന്നെ. അതുകൊണ്ടാണ് ജനറൽ മെഷേഴ്സ് നമുക്ക് എടുക്കാം, പക്ഷെ സിവിയർ ആയിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഡോക്ടറിനെ പോയി കാണും. ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ സ്കിൻ കെയർ ജനറൽ മെഷേഴ്സ് സ്കിൻ കെയർ ആയിട്ട് നമുക്ക് ചെയ്യാം, പക്ഷെ സിവിയറിലോട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ബട്ടോക്കിൽ വരുന്ന ആക്നെ പറ്റിയും അതുപോലെ ബംസിനെ പറ്റിയും പിഗ്മെന്റേഷനെ പറ്റിയിട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ജനറൽ മെഷേഴ്സും പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ലേ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവരെ ഇൻസ്ട്രക്ഷൻസ് സൈനിങ് ഓഫ്. ടാറ്റാ.